നിനക്കായി മാത്രം ഭാഗം 14. പക്ഷേ അമ്പലത്തിൽ പോകുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജി തനിക്ക് ലഭിക്കുന്നതായിട്ട് അവന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചുറ്റുമുള്ളവരും ചുറ്റുമുള്ള കാര്യങ്ങളും എല്ലാം നെഗറ്റീവാണ്. അതിൻ്റെ ഇടയ്ക്ക് അല്പം പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം കിട്ടട്ടെ എന്ന് കരുതി കൂടിയാണ് അവൻ അമ്പലത്തിലേക്ക് പോയത്. പിന്നെ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു ഉന്മേഷവും ഉണർവും ഒക്കെ കിട്ടുമല്ലോ. അമ്പലത്തിൽ കയറുമ്പോൾ തനിക്ക് ആകെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ടെങ്കിൽ അത് ഷർട്ട് അഴിച്ചിടുന്ന കാര്യമാണ്. വേറൊന്നുമല്ല, അമ്പലത്തിൽ മിക്കവാറും ഭൂരിഭാഗം ആളുകളും പെണ്ണുങ്ങളും സ്ത്രീകളുമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ മുൻപിൽ അങ്ങനെ നിൽക്കാനുള്ള നാണമോ അങ്ങനെ എന്തോ കൊണ്ടാണ്. അതൊരു കാരണമായത് കൊണ്ട് തന്നെ ഒരു പ്രായം കഴിഞ്ഞതിൽ പിന്നെ അമ്പലത്തിനകത്തേക്ക് കയറുന്നത് പതിവില്ലാത്ത കാര്യമായി. പുറത്തുനിന്ന് തൊഴുതു പോരുന്നത് ഒരു ശീലമായിട്ട് മാറി. പക്ഷേ ഈ തവണ എന്തുകൊണ്ടോ അമ്പലത്തിലേക്ക് പോയപ്പോൾ അകത്തുകൂടി കയറിയൊന്ന് തൊഴണം എന്നൊരാഗ്രഹം. അങ്ങനെ ഷർട്ട് അഴിച്ച് ദേഹത്തൊരു വശത്തേക്ക് ഇട്ടുകൊണ്ട് അവൻ അമ്പലത്തിനകത്തേക്ക് കയറി. തൊഴുതു കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങി ഇറങ്ങുന്ന വഴിയാണ് കാതുകളിലേക്ക് വീണ്ടും ആ പേര് കേൾക്കുന്നത്. വൈകേ. അമ്പലത്തിൻ്റെ അരികിലായിട്ട് തന്നെ ഒരു ചെറിയ കുളമുണ്ട്. വലിയ കുളമൊന്നുമല്ല, ചെറിയൊരു കുളം. താമരയൊക്കെ പിടിപ്പിച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന നല്ലൊരു കുളം. അത് പടിയിറങ്ങി താഴേക്ക് ചെല്ലുമ്പോഴാണ് ആ ശബ്ദത്തിൻ്റെ ഉറവിടം എവിടെയാണ് എന്ന് നോക്കിയപ്പോഴാണ് അത് കുളപ്പടവിനടുത്ത് നിന്നാണ് കേൾക്കുന്നത് എന്നവൻ കാണുന്നത്. നോക്കുമ്പോൾ മുൻപ് കണ്ടിട്ടുള്ള പെൺകുട്ടിയിൽ ഒരാളാണ്. ഇന്നലെ താൻ വീട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെ വിളിച്ച പെൺകുട്ടി തന്നെ. കുളപ്പടവിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കിയാണ് അവൾ ആ പേര് വിളിക്കുന്നത്. ഓ, അപ്പോൾ കൂട്ടുകാരത്തി കുളപ്പടവിൽ നിൽക്കുന്നുണ്ടാകും. ഹരി മനസ്സിലൊന്ന് ചിന്തിച്ചു. പക്ഷേ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവനും എന്തോ കുളപ്പടവിലേക്ക് ഇറങ്ങിയാലോ എന്നൊരു മോഹം. വെറുതെ ഒരു രസത്തിന്. കയ്യിൽ അത്യാവശ്യം നല്ലൊരു ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നതൊക്കെ ഫോട്ടോ എടുത്ത് നടക്കുന്നത് അവന് വലിയൊരു കാര്യമാണ്. അങ്ങനെ കാണുന്ന സാധനങ്ങളൊക്കെ ഫോട്ടോ എടുക്കാൻ ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപാട് വിലപിടിപ്പുള്ളൊരു ഫോൺ തന്നെ സ്വന്തമാക്കിയത്. അതും സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കി തന്നെ. കുളപ്പടവിൽ താമരയൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് ഫോട്ടോയും കൂടി എടുക്കാമല്ലോ എന്ന് കരുതിയാണ് ഹരി താഴെ കുളപ്പടവിലേക്ക് ഇറങ്ങിച്ചെല്ലാം എന്ന് തീരുമാനിച്ചത്. എങ്കിലും അതിന് പിന്നിൽ ആ പെൺകുട്ടിയെ കൂടി കാണാമല്ലോ എന്നൊരു ഉദ്ദേശം ഇല്ലാതിരുന്നില്ല. പക്ഷേ അങ്ങനെയൊരു ചിന്ത അവൻ്റെ മനസ്സിൽ ഉദിച്ചിരുന്നുവെങ്കിലും ബുദ്ധി അത് സമ്മതിച്ചു കൊടുക്കുന്നില്ലായിരുന്നു. ഹരി നേരെ അങ്ങോട്ടേക്ക് നടന്നു. കുളപ്പടവിൽ നിന്നും മുകളിലേക്ക് ഇട്ടിരിക്കുന്ന പാവാട പൊക്കിപ്പിടിച്ച് ഓടിക്കയറുന്ന വൈഗയെ ഹരി ഒരു നിമിഷം സ്വയം മറന്ന് നോക്കി നിന്ന് പോയിരുന്നു. എടുത്തു പറയത്തക്ക പ്രത്യേകതകളൊന്നുമില്ലാത്ത ഒരു സാധാരണ പെൺകുട്ടിയാണ് വൈഗ. പക്ഷേ അവനെ ആകർഷിക്കാൻ മാത്രം എന്തോ ഒന്ന് അവളിലുണ്ട് എന്ന് തോന്നിപ്പോയി അന്നേരം ഹരിക്ക്. കുളപ്പടവിൻ്റെ ഏറ്റവും മുകളിലായി നിൽക്കുന്ന ഹരിയെ കണ്ടപ്പോൾ തന്നെ വൈഗയുടെ ഓടി വരുന്ന വേഗത ഒന്ന് കുറഞ്ഞു പോയിരുന്നു. എങ്കിലും അവൾ വേഗത്തിൽ നടന്നു വന്ന് വേണിയെ കൂട്ടി ഹരി നിൽക്കുന്നതിന് എതിരെയുള്ള വഴിയിലൂടെ അവനെ മറികടന്ന് നടന്നുപോയി. ഹരി അവളെ തന്നെ ഒന്ന് നോക്കി നിന്ന് പോയിരുന്നു. പക്ഷേ അവൾ അങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോഴാണ് താൻ ഇത്രയും നേരവും അവളെ തന്നെ നോക്കി കുളപ്പടവിൻ്റെ ഏറ്റവും മുകളിലെ പടിയിൽ തന്നെ നിൽക്കുകയായിരുന്നു എന്നവൻ ഓർക്കുന്നത്. ഞെട്ടലോടെ തലയൊന്ന് കുടഞ്ഞ് അവൻ അവളിൽ നിന്നുള്ള നോട്ടം മാറ്റി. പക്ഷേ അടുത്ത നിമിഷം അവൻ്റെ നോട്ടം വീണ്ടും അവളുടെ നേർക്ക് പോയി. നടന്നു പോകുന്നതിനിടയിൽ അവനെ നോക്കി പോകുന്നവളെ കാണെ അവൻ്റെ ഹൃദയം ഒന്ന് തുടിച്ചു പോയിരുന്നു. അവളുടെ ചുണ്ടിലെ നേർത്ത പുഞ്ചിരി, തനിക്ക് വേണ്ടി പൊഴിച്ച പുഞ്ചിരി. അവളുടെ ആ പുഞ്ചിരി അവൻ്റെ നെഞ്ചിലേക്ക് ഒരമ്പ് വന്നെയ്യുന്നത് പോലെയാണ് വന്നു പതിച്ചു നിന്നത്. വേറെ ഒരിടത്തേക്ക് പോകാനും എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാനും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹരി കുറച്ചു സമയം കുളപ്പടവിൽ തന്നെ വെറുതെ ഇരുന്നു. കയ്യിലുള്ള ഫോണിൽ കുളത്തിൻ്റെയും താമരപ്പൂവിൻ്റെയും മറ്റുമൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു. കുറച്ചു സമയം അവിടെ അങ്ങനെ ഇരുന്നു. അമ്പലത്തിൽ നിന്നും ചെറിയ തോതിൽ കേൾക്കുന്ന നാമജപങ്ങളും പാട്ടുകളും ഒക്കെ കേട്ട് അവിടെ തന്നെ അങ്ങനെ ഇരുന്ന് കുറച്ചു സമയം അവൻ നല്ല രീതിയിൽ ചെലവഴിച്ചു. തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ 1-2 കാറ് കിടക്കുന്നുണ്ട്. അകത്ത് ആരെങ്കിലും ഉണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഹരി പിന്നിലെ വാതിലിലൂടെയാണ് അകത്തേക്ക് കയറിയത്. പക്ഷേ മുൻപൊരിക്കൽ ഇതുപോലെ തന്നെ വീട്ടിൽ ആളുകളുണ്ടെന്ന് പറഞ്ഞ് താൻ പിന്നിലൂടെ കയറി ചെന്നപ്പോൾ അമ്മ എന്ന അവരോട് പറഞ്ഞ വാക്കുകൾ അവൻ്റെ ചെവികളിൽ ഇപ്പോഴും മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. അതിനിയും ആവർത്തിക്കണ്ടല്ലോ എന്ന് കരുതി പുറത്തുകൂടി മുകളിലേക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പ് വഴി ഹരി മുകളിലേക്ക് കയറി. പക്ഷേ വീടിൻ്റെ മുന്നിൽ കിടക്കുന്ന ഇത്രയും ആഡംബരമേറിയ കാറുകളിൽ ആരാണ് വന്നിരിക്കുന്നത് എന്നറിയാൻ അവൻ്റെ മനസ്സിലൊരാഗ്രഹം തോന്നി. ആഗ്രഹത്തേക്കാൾ ഉപരി ആ കാറുകൾ കണ്ടപ്പോൾ അവന് എന്തൊക്കെയോ സംശയങ്ങളാണ് മനസ്സിലുദിച്ചത്. ഹരി മുകളിലെ നിലയിൽ തന്നെ സ്റ്റെപ്പ് ഇറങ്ങുന്ന സ്ഥലത്ത് പോയി നിന്നു. അവിടെ നിന്നാൽ താഴെ ഇരിക്കുന്നവർ അവന് അവരെയോ കാണാനാവില്ല. എങ്കിലും അവരെന്തിനാണ് വന്നിരിക്കുന്നത് എന്നെങ്കിലും അറിയാമെന്ന് കരുതിയാണ് അവൻ അവിടെ പോയി നിന്നത്. ഞാൻ കരുതി നിങ്ങൾ ഇന്നും വരില്ലെന്ന്. അച്ഛൻ്റെ ശബ്ദമാണ് അവൻ ആദ്യം കേട്ടത്. വരാൻ ഒരുപാട് തവണ തീരുമാനിച്ചതാണ്, പക്ഷേ ഒരുപാട് തിരക്കുകളൊക്കെ ആയിപ്പോയി. എതിരെയുള്ള ആൾ പറഞ്ഞു.
സംസാരിച്ചു തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറയുന്നത് പാടം നികത്തിയ പറമ്പിനെക്കുറിച്ചും മറ്റുമാണ് എന്നവന് മനസ്സിലായി. അന്ന് ആ ചായക്കടയിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന ചേട്ടന്മാരൊക്കെ പറഞ്ഞതുപോലെ ഏതോ റിസോർട്ട് പണിയുന്നതിനുള്ള കാര്യങ്ങളാണ് അവിടെ മുഴുവനും ചർച്ച ചെയ്യുന്നത്. അടുത്തയാഴ്ച തന്നെ അതിനുള്ള കാര്യങ്ങളിൽ നീക്കുപോക്കുണ്ടാവും എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവന് മനസ്സിലായി. അവരോട് വളരെ വിനയത്തോടെ സംസാരിക്കുന്ന അച്ഛനെ അവന് മുകളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അച്ഛൻ ഇത്രയും വിനയത്തോടെ ഇത് ആരോടാണ് സംസാരിക്കുന്നത് എന്നായിരുന്നു അവൻ ആലോചിച്ചത്. എപ്പോഴും അച്ഛൻ എല്ലാവരേക്കാൾ മുകളിൽ നിന്നായിരിക്കും സംസാരം, ഒരുതരം അധികാരഭാവത്തിൽ. ഇത് പക്ഷെ അങ്ങനെയല്ല. അച്ഛൻ അവരെ അനുസരിക്കും പോലെ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുകയും അവരോട് ആ രീതിയിൽ തന്നെ പെരുമാറുകയും ചെയ്യുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും അവർ പോകാൻ ഇറങ്ങുകയാണ് എന്നവന് മനസ്സിലായി. മുന്നിലെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ അവരാരാണെന്ന് കാണാൻ കഴിയും. ഹരി നേരെ അങ്ങോട്ട് പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അകത്തുള്ളവരെല്ലാം പുറത്തേക്കിറങ്ങി. സാഗർ ഇല്ലിച്ചാൽ, ദ ഫേമസ് സാഗർ ഗ്രൂപ്പ് ഓഫ് റിസോർട്ട്സിൻ്റെ ഓണർ. അയാളെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. അപ്പോൾ ഇയാളുടെ പേരിലുള്ള സാഗർ റിസോർട്ട്സ് ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. അയാളെ കണ്ടയുടനെ അവൻ മനസ്സിൽ ചിന്തിച്ചു. അയാൾക്ക് വണ്ടിയിലേക്ക് കയറി പോകുന്നതിനായിട്ട് അയാളുടെ കാറിൻ്റെ ഡോറ് വരെ തുറന്നു കൊടുക്കുന്ന അച്ഛനെ കണ്ടതും ഹരിക്ക് ഒരു നിമിഷം പുച്ഛമാണ് തോന്നിയത്. അവൻ നേരെ മുറിയിലേക്ക് കയറി. കാര്യങ്ങളുടെ കിടപ്പുവശം വെച്ച് ഇതൊക്കെ നിർത്തുക എന്നത് തനിക്കത്ര എളുപ്പം കഴിയുന്നൊരു കാര്യമല്ല. ആദ്യം ഇതെങ്ങനെയാണെന്നറിയണം. അച്ഛൻ ഇതിലെന്താണ് റോളെന്നറിയണം. അച്ഛൻ്റെ ഉടമസ്ഥതയിലാണോ അവർ ബിൽഡിംഗ് പണിയാൻ പോകുന്നത് എന്നൊക്കെ കണ്ടെത്തണം. ഹരിയുടെ തലയിൽ ആകെ ചിന്തകൾ കൊണ്ട് നിറഞ്ഞു. എന്തായാലും തനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു മാസത്തെ വെക്കേഷൻ കൊണ്ട് മാത്രം ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി അതിനൊരു പരിഹാരമൊക്കെ കണ്ടെത്താനാവുമെന്ന് അവന് തോന്നിയില്ല. ആ ഓർമ്മയിൽ അവനൊന്ന് നിശ്വസിച്ചു. മനസ്സിൽ പല പ്ലാനുകളും ആലോചിച്ചു. ഒടുക്കം കോളേജിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു സാറുണ്ട്. ആൾക്ക് തന്നെ വലിയ കാര്യമാണ്. മാത്രമല്ല ആളുടെ വീട് ഇവിടെ അടുത്തെവിടെയോ ആണ്. ലീവായതുകൊണ്ട് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഈ കാര്യത്തിലെ ലീഗൽ വശങ്ങൾ അദ്ദേഹത്തോടൊന്ന് ചോദിച്ചറിയാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേന്ന് തന്നെ ഹരി സാറിനെ വിളിച്ച് ചോദിച്ചുകൊണ്ട് അയാളെ കാണാനായിട്ട് അയാളുടെ വീട്ടിലേക്ക് ഇറങ്ങി. പോകുന്ന വഴി ദാ വീണ്ടും യൂണിഫോം ഒക്കെ ഇട്ട് നടന്നു വരുന്നു അവൾ. വൈഗ. അവളെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ ചുണ്ടുകളിൽ നിന്ന് ആ പേരുതിർന്നു. ചെറിയൊരു പുഞ്ചിരിയോടെയാണ് ഹരി അവളെ മറികടന്നു പോയത്. അവളുടെ കൂടെ തന്നെ സ്ഥിരം ഉണ്ടാകാറുള്ള ആ കൂട്ടുകാരിയുമുണ്ട്. ഏതോ ഒരു ഉൾപ്രേരണയിൽ ഹരി ഒന്ന് തിരിഞ്ഞു നോക്കി അവളെ. അവൻ അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ദാ അവളും തന്നെ തന്നെ തിരിഞ്ഞു നോക്കുന്നതാണ്. ഹരി വീണ്ടും അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു. ഇതേത് പെൺകുട്ടിയാണാവോ? അവൻ മനസ്സിലൊന്ന് ചിന്തിച്ചു. ശേഷം ചിരിയോടെ ഒന്ന് തലകുടഞ്ഞ് അവൻ മുന്നിലേക്ക് നടന്നു. പോകുന്ന വഴി നാട്ടിലെ ഒന്ന് രണ്ട് കൂട്ടുകാരെയൊക്കെ കണ്ട് സംസാരമൊക്കെ കഴിഞ്ഞ് സാറിൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും ഉച്ച സമയമായിരുന്നു. കയറിയിരുന്ന് സാറിനോട് കാര്യങ്ങളൊക്കെ അവൻ വിശദമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ എന്തൊക്കെയോ ആലോചിച്ചു. ശേഷം അവനോട് പറമ്പിൻ്റെ ഡോക്യുമെൻറ്റ്സ് എങ്ങനെയെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് ഒപ്പിക്കാൻ പറഞ്ഞു. ഹരി പറഞ്ഞതൊക്കെ കേട്ട് ഡോക്യുമെൻറ്റ്സ് അയച്ചു തരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നിറങ്ങി തിരികെ വരും വഴിയും അവളെ ഒന്ന് കാണുമോ എന്നവനൊന്ന് ചിന്തിച്ചു. പക്ഷേ തിരികെ വരുന്ന വഴി അവളെ അവൻ കണ്ടില്ല. സ്കൂൾ വിടുന്ന സമയമായതുകൊണ്ട് അവളെ കാണും എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അവളെ കാണാൻ കഴിയാതെ വന്നതും അവന് ചെറിയൊരു നിരാശ തോന്നാതിരുന്നില്ല. തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അച്ഛൻ സൂക്ഷിച്ചിരുന്ന താക്കോല് കൂട്ടമെടുത്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിരിക്കുന്ന മുറി എങ്ങനെ തുറക്കൂ എന്നുള്ളത് അവൻ്റെ ഉള്ളിൽ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലകൊണ്ടു. അവൻ ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഒടുക്കം അച്ഛൻ്റെ കൈകളിൽ നിന്നും ആ താക്കോൽ കൂട്ടം എങ്ങനെയെങ്കിലും മോഷ്ടിക്കുക എന്നത് തന്നെയായിരുന്നു അവൻ്റെ ഉള്ളിൽ ഉദിച്ച ചിന്ത. അതിന് പറ്റിയ സമയം രാത്രി തന്നെയാണ് എന്നും അവൻ ചിന്തിച്ചിരുന്നു. അങ്ങനെ അന്ന് രാത്രി ഹരിയുടെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, അച്ഛൻ നല്ല രീതിയിൽ മദ്യപിച്ചാണ് കയറി വന്നത്. സാഗർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അച്ഛന് നല്ല രീതിയിൽ തന്നെ ചിലവ് ചെയ്തിട്ടുണ്ട് എന്ന് അതിൽ നിന്ന് തന്നെ അവന് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഫോണിലൂടെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അച്ഛൻ സംസാരിക്കുന്നത് ഹരി പതുങ്ങി നിന്ന് കേട്ടിരുന്നു. പൊതുവേ അച്ഛൻ അങ്ങനെ മദ്യപിച്ച് വരുന്ന സമയത്ത് അമ്മ അച്ഛനോട് അധികം സംസാരിക്കാൻ നിൽക്കാറില്ല. അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ ഹാളിൽ തന്നെയുള്ള സോഫയിൽ കിടന്നുറങ്ങുന്നത് ഒരു പതിവാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മദ്യപിച്ച് വരുമ്പോൾ അച്ഛനെ അമ്മ മുറിയിലേക്ക് കയറ്റാറില്ല എന്നും പറയാം. ആദ്യമൊക്കെ അങ്ങനെ കാണുമ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയി സമാധാനിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് അതും വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ടും ചെറുപ്പം മുതലേ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും താൻ അകന്നകന്ന് മാത്രമായിരുന്നു പോയിരുന്നത്. ഹരിയുടെ പ്രാർത്ഥന പോലെ തന്നെ അച്ഛൻ പതിവ് പോലെ ഹാളിലെ സോഫയിൽ തന്നെ കിടന്നുറങ്ങി. ദൈവം തൻ്റെ കൂടെയാണ് എന്ന് തോന്നിപ്പോയി ഹരിക്കാ നിമിഷം. അമ്മയും കൂടി കിടന്നുറങ്ങിയതിനു ശേഷം ഹരി അച്ഛൻ്റെ അടുത്തേക്ക് പതിയെ നടന്നു ചെന്നു. എവിടെ പോയാലും താക്കോൽ കൂട്ടങ്ങൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ മാറ്റാറില്ല. ഒന്നില്ലെങ്കിൽ കഴുത്തിൽ, അല്ലെങ്കിൽ പാൻറ്റിൻ്റെ പോക്കറ്റിൽ.
ഹരി ഒന്ന് എത്തി നോക്കിയപ്പോൾ അച്ഛൻ്റെ കഴുത്തിൽ താക്കോൽക്കൂട്ടം ഇല്ല എന്നവന് മനസ്സിലായി. അപ്പോൾ പോക്കറ്റിൽ നിന്ന് എടുക്കുക എന്നത് അല്പം റിസ്ക്കുള്ള കാര്യമാണ്. എങ്കിലും ഇതുപോലൊരവസരം ഇനി കിട്ടില്ല എന്ന് കരുതി ഹരി അതിന് ശ്രമിക്കാം എന്ന് തന്നെ മനസ്സിൽ തീരുമാനമെടുത്തു. കൂരിരുട്ടിൽ അച്ഛൻ്റെ പോക്കറ്റിനടുത്ത് ഒന്ന് തടവി നോക്കിയപ്പോൾ തന്നെ താക്കോൽക്കൂട്ടം അവൻ്റെ കയ്യിൽ തടഞ്ഞു. എങ്ങനെയൊക്കെയോ പാടുപെട്ട് അവൻ ആ താക്കോൽ തൻ്റെ കൈക്കലാക്കി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.